പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എൻ്റെ പ്രണാമം. ലോകമെമ്പാടും വിദ്യാർത്ഥികൾ വളരാനും ഉയരാനും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 21ാം നൂറ്റാണ്ട്. എല്ലാ അറിവുകളും അത് എവിടെ നിന്നുള്ളതാണെങ്കിലും സ്വീകരിച്ചുകൊണ്ട് ഉയരുക, വളരുക, നന്മയിലേക്ക് നിരന്തരം നീങ്ങാനുള്ള ഒരു മനസ്സ്, ഒരു ബുദ്ധി, ഇത് രണ്ടും നമുക്കുണ്ടാകണം. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് ഏകദേശം 26,500 ദിവസങ്ങളിലാണ്. 26,500 ദിവസത്തോളം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അത്രയും കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു ഉത്തരവും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല. എങ്കിലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന, സ്മരിക്കാൻ സാധിക്കുന്ന ഒരു മറുപടി നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടാകണം. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? എങ്ങനെയാണ് നമ്മളിൽ മാറ്റമുണ്ടാവുന്നത്? ഡേറ്റ് ഓഫ് ബർത്ത്, ജന്മദിനത്തിനും ഡേറ്റ് ഓഫ് ഡെത്ത്, മരണത്തിനുമിടയ്ക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതാണ്ട് 70 വർഷക്കാലം നമ്മൾ എന്തിനാണ് ജീവിച്ചത് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അതിന് ഏകദേശം നൽകാൻ സാധിക്കുന്ന ഒരു മറുപടിയാണ്: അനുനിമിഷം വളരാനും ഉയരാനും വേണ്ടി നമ്മൾ ജീവിക്കുന്നു. അനുനിമിഷം നമുക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു. അനുനിമിഷം നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് സന്തോഷമുണ്ടാക്കാനായി നമ്മൾ ജീവിക്കുന്നു. അപ്പം 3 കാര്യത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന്, ഓരോ നിമിഷം നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ വളരുന്നു, നമ്മൾ ഉയരുന്നു, നന്മയിലേക്ക് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നു. 2, നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളുടെ മനസ്സിന് നല്ല സന്തോഷമുണ്ടാകണം. ഇംഗ്ലീഷിൽ ഒരു വരി പറയാറുണ്ട്: മൈ ലൈഫ് ഈസ് എ ലൈഫ് വിച്ച് ഈസ് വർത്ത് ലിവിങ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമുണ്ട്. ദ ലൈഫ് ഈസ് വർത്ത് ലിവിങ്, WORTH. ജീവിക്കുന്നത് കൊണ്ടൊരു പ്രയോജനമുണ്ട്. അത് നമുക്ക് സന്തോഷമുണ്ടായാൽ മാത്രം പോരാ, നമ്മളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം നമ്മളിലൂടെ സംതൃപ്തിയും സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടാക്കാൻ ഒരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. പലപ്പോഴും ഇംഗ്ലീഷിൽ ചോദിക്കാറുണ്ട്: ഹൗ ലോങ് യു ആർ ലിവിങ്? എത്ര കാലം നിങ്ങൾ ജീവിക്കുന്നു? ഹൗ ലോങ് യു ആർ ലിവിങ്. അതല്ല യഥാർത്ഥത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹൗ യു ആർ ലിവിങ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 2 ഇംഗ്ലീഷ് വരികൾ എൻ്റെ അനുജന്മാരും അനുജത്തിമാരും എന്നും ഓർമ്മിക്കണം. ഹൗ ലോങ് യു ആർ ലിവിങ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഹൗ യു ആർ ലിവിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്.
എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്നറിയാമല്ലോ ഇല്ലേ? ഏതാണ്ട് 26,500 ദിവസം. അത് എത്ര വർഷമായിരിക്കും? ഏതാണ്ട് 70 വർഷമായിരിക്കും ഇത്രയും ദിവസം എന്ന് പറയുന്നത്. ഈ 70 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ പറയാം, 70 വർഷം ജീവിക്കുന്ന നമ്മൾ ഏതാണ്ട് 60 ടൺ ഭക്ഷണം കഴിക്കുന്നുണ്ട്. 60 ടൺ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുക. ഒരു ദിവസം എത്ര ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും എഴുതി നോക്കിയിട്ടുണ്ടോ? വളരെ എളുപ്പമാണ്. ഒരു മിനിറ്റിൽ 16 പ്രാവശ്യം, അങ്ങനെ 60 മിനിറ്റിൽ 16 × 60 പ്രാവശ്യം, അങ്ങനെ 24 മണിക്കൂറിൽ × 24. അപ്പോൾ 16 × 60 × 24 23,080 പ്രാവശ്യം. ഒരു ദിവസം നമ്മൾ ശ്വസിക്കുന്നത് 23,080 പ്രാവശ്യം. ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ നമ്മൾ ഏതിനോടടുത്തുകൊണ്ടിരിക്കുകയാണെന്നറിയോ? എവ്രി ബ്രീത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? മരണത്തിലേക്ക്, ശ്മശാനത്തിലേക്ക്, അഥവാ സെമിട്രിയിലേക്ക് നമ്മൾ ഓരോ നിമിഷവും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്മശാനത്തേക്കുള്ള നമ്മുടെ യാത്ര എന്നാ ആരംഭിച്ചത്? ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് ആരംഭിച്ചു. എന്നാ അവസാനിക്കുക? ഡേറ്റ് ഓഫ് ഡെത്തോടു കൂടി ആ യാത്ര അവസാനിക്കും. അപ്പം ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനുമിടയ്ക്ക് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ശരാശരി 70 വർഷം ജീവിക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകണം. നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകണം. നമ്മൾ അനുനിമിഷം വളരണം, ഉയരണം, നന്മയിലേക്ക് പ്രയാണം ചെയ്യണം. ഇങ്ങനെ നന്മയിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ, വളരുമ്പോൾ, ഉയരുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് വളരുക, ഏത് രീതിയിലാണ് ഉയരുക? നമ്മളുടെ വളർച്ച പല രീതിയിലുണ്ട്. ഒന്ന്, ശാരീരികമായി നമ്മൾ വളരുന്നു. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി 10-ാം ക്ലാസ്സിലേക്കോ 11-ലോ 12-ലോ എത്തുമ്പോൾ ശാരീരികമായിട്ട് വളർന്നു, ബുദ്ധിപരമായി വളർന്നു, മാനസികമായി വളർന്നു, വിജ്ഞാനപരമായി വളർന്നു, പക്വതയുടെ രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ വളർച്ച പല രീതിയിലാണ്. ശരീരത്തിന്, മനസ്സിന്, അറിവിൻ്റെ നിലവാരത്തിൽ, അതേപോലെ ജ്ഞാനവിജ്ഞാനങ്ങളുടെ നിലവാരത്തിൽ, അനുഭവങ്ങളുടെ നിലവാരത്തിൽ, ബുദ്ധിയുടെ നിലവാരത്തിൽ, ഭാഷയുടെ നിലവാരത്തിൽ നമ്മൾ വളരുന്നുണ്ട്. ആ വളർച്ച യഥാർത്ഥത്തിൽ പൂർണ്ണമാകണമെങ്കിൽ 2 തരത്തിലുള്ള അറിവുകൾ എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഉണ്ടാകണം. 2 തരത്തിലുള്ള അറിവ്. ഈ വരി ഒരിക്കലും നിങ്ങൾ മറക്കരുത്, എന്നും ഓർമ്മിക്കേണ്ടതാണ്. 2 തരത്തിലുള്ള അറിവുകൾ എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിലും മസ്തിഷ്കത്തിലും ഉണ്ടാകണം. ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആധുനികമായ അറിവ്, മോഡേൺ നോളജ് that can be available from your class teacher or the teachers, the modern knowledge that can be available from the textbook also. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്ന് സിലബസ് പ്രകാരം നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ് യഥാർത്ഥത്തിൽ ആധുനികമായ അറിവുകൾ. ആ ആധുനികമായ അറിവ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മെഡിസിന് പോകേണ്ടവർക്ക് മെഡിസിന് പോകാം, എൻജിനീയറിങ്ങിന് പോകേണ്ടവർക്ക് അപ്രകാരം ചെയ്യാം, BScയോ MScയോ മറ്റ് വിഷയങ്ങളിലേക്ക് പോകേണ്ടവർക്ക് ആധുനികമായ അറിവ് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നത് ഉപയോഗിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഈ ആധുനികമായ അറിവ് കൊണ്ട് മാത്രം ജീവിതം ധന്യമാവുകയില്ല. എന്താ കാരണം?
നമ്മൾ ഈ കെട്ടിടം നിർമ്മിക്കുകയാണെന്ന് വിചാരിക്കുക. കെട്ടിടം മുകളിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഇഷ്ടിക എന്ന് പറയുന്നത്. ഇഷ്ടിക ഉപയോഗിച്ച് നമുക്ക് വളരെ അധികം നിലകളുള്ള കെട്ടിടമുണ്ടാക്കാൻ സാധിക്കും. ഇഷ്ടിക മാത്രം ഉപയോഗിച്ച് കെട്ടിടമുണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് എല്ലാവർക്കും അറിയാം. 3 വാക്കുകൾ പറയാം. ദ ബ്യൂട്ടി ഓഫ് ദ ബിൽഡിംഗ്, ദ ഡ്യൂറബിലിറ്റി ഓഫ് ദ ബിൽഡിംഗ് and the strength of the building will be affected if you are using only the bricks for manufacturing, for building the whole school building. Alle, for constructing the building, if you are using only the bricks, then the strength will be lower, beauty will not be there, and durability will not be there. ആ കെട്ടിടം കുറേ കാലം നിലനിൽക്കില്ല, ആ കെട്ടിടം സുന്ദരമായിരിക്കില്ല, ഭംഗിയുണ്ടാവില്ല, ആ കെട്ടിടത്തിന് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഇഷ്ടികകൾക്കിടയ്ക്ക് നിരന്തരമായിട്ട് അല്പാൽപ്പം സിമൻ്റ് ഭംഗിയായിട്ട് അറിവുള്ളവർ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം ഇഷ്ടികകൾക്കിടയ്ക്ക് ഇടുന്ന ആ സിമൻ്റാണ് ആ കെട്ടിടത്തിന് എന്ത് നൽകുന്നത്? ഉറപ്പ് നൽകുന്നത്, ഭംഗി നൽകുന്നത്, ഈട് നൽകുന്നത്, കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂറബിലിറ്റി നൽകുന്നത്. അതേപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ ആധുനികമായ അറിവുകളെ ഇഷ്ടികകളോട് ഉപമിക്കുകയാണെങ്കിൽ ആ ഇഷ്ടികകൾക്കിടയ്ക്ക് മൂല്യാധിഷ്ഠിതമായ അറിവുകൾ കൂടി നമ്മൾ നൽകിയിരിക്കണം. ഇഷ്ടികകൾക്കിടയ്ക്ക് മൂല്യാധിഷ്ഠിതമായ സിമൻ്റ് കൂടി ചേർത്തിരിക്കണം. അപ്പോൾ ഇഷ്ടിക എന്ന് പറയുന്നത് മോഡേൺ നോളജ്, സിമൻ്റ് എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് നോളജ്. യഥാർത്ഥത്തിൽ മോഡേൺ നോളജ് എന്ന് പറയുന്നത് ഇഷ്ടിക പോലെ ആ കെട്ടിടത്തിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ, ക്ലർക്ക് ആയി ജീവിതം ആരംഭിക്കുന്നതിന് പകരം ഓഫീസറായിട്ട്, മാനേജറായിട്ട്, ഡയറക്ടറായിട്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട്, നല്ല ഡോക്ടർമാരായിട്ട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നത് ഈ മോഡേൺ നോളജാണ്. ആ മോഡേൺ നോളജ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഒരു കെട്ടിടത്തിൽ ഇഷ്ടിക മാത്രമേ ഉള്ളൂ എങ്കിൽ കെട്ടിടത്തിന് ഉറപ്പ് ഉണ്ടാവില്ല എന്നുള്ളതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ മൂല്യാധിഷ്ഠിതമായ അറിവ് ഇല്ല എങ്കിൽ ജീവിതം യഥാർത്ഥത്തിൽ ഒരു തരത്തിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തതായിത്തീരും. യഥാർത്ഥത്തിൽ വളരെ ഉയരത്തിലിരിക്കുന്ന പലരും അവരുടെ ജീവിതത്തെ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂല്യവുമില്ലാതെ അധാർമിക കാര്യങ്ങൾക്ക്, കൈക്കൂലി തുടങ്ങിയവ വാങ്ങിക്കുന്നതിന്, അവനവൻ്റെ ആൾക്കാരെ അതിനകത്ത് കുത്തിത്തിരിക്കുന്നതിന്, അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ ഔദ്യോഗിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള കാരണം അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അവർ നല്ല അറിവുള്ളവരാണ്, പക്ഷെ ജീവിതത്തിൽ മൂല്യം അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല, അവർക്കത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ modern knowledge as well as value based knowledge should be integrated in our life for acquiring the highest level of beautiful, strong and durable life. Beautiful, strong and durable life. We have to integrate the value based knowledge as well as modern knowledge. We have to integrate the ancient knowledge and the modern knowledge. We have to integrate the spiritual knowledge and the scientific knowledge. We have to integrate the scientific knowledge and the technological knowledge. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആത്മീയമായ അറിവും ഭൗതികമായ അറിവും ഒരുമിച്ച് ചേർക്കണം. ആത്മീയമായ അറിവും ഭൗതികമായ അറിവും ഒരുമിച്ച് ചേർക്കണം. ഏൻഷ്യൻ്റ് നോളജ്, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അറിവും ആധുനികമായ അറിവും അതിൽ നല്ലത് ഒരുമിച്ച് ചേർക്കണം.
മനസ്സിലായല്ലോ ഇല്ലേ? അതേപോലെ തന്നെ വാല്യൂ ബേസ്ഡ് നോളജും മോഡേൺ നോളജും ഒരുമിച്ച് ചേർക്കണം. ശാസ്ത്രീയമായ നോളജ് അറിഞ്ഞാൽ മാത്രം പോരാ, അത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുകയും വേണം. ശാസ്ത്രീയമായ നോളജ് അറിഞ്ഞാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പകർത്താനും സാധിക്കണം. അതുകൊണ്ട് എന്ത് നമ്മൾ പറയും? സയൻറ്റിഫിക് നോളജും ടെക്നോളജിക്കൽ നോളജും രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഒന്നുകൂടി ഉണ്ട്, ആ വാക്കൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എക്സ്പീരിയൻസബിൾ നോളജും എക്സ്പെരിമെൻറ്റബിൾ നോളജും ഒരുമിച്ച് ചേർക്കണം. അതെന്താണത്? എക്സ്പീരിയൻസബിൾ നോളജ്, ഈ മൈക്കിൻ്റെ ബോസ് ഒന്ന് കൂട്ടാൻ പറ്റും. എക്സ്പീരിയൻസബിൾ നോളജും, അവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, അവിടെ ആർക്കും കേൾക്കുന്നില്ല. ഈ മൈക്ക് വർക്ക് ചെയ്യുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. എക്സ്പീരിയൻസബിൾ നോളജും എക്സ്പെരിമെൻറ്റബിൾ നോളജും ഒരുമിച്ച് ചേർക്കണം. എന്താണ് എക്സ്പീരിയൻസബിൾ നോളജ്? കുറേ ഉദാഹരണം പറയാം, മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. സ്നേഹം നോളജ്, രണ്ട് തരത്തിലുള്ള നോളജാണ് എന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞു. എന്താ എക്സ്പീരിയൻസബിൾ നോളജ്? ഒരു ഉപകരണം ഉപയോഗിച്ചും നമുക്ക് അളക്കാൻ പറ്റാത്ത അറിവിനെയാണ് അനുഭവയോഗ്യമായ അറിവ് അഥവാ എക്സ്പീരിയൻസബിൾ നോളജ് എന്ന് പറയുന്നത്. ഒരു ഉപകരണം കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു, സ്നേഹം തോന്നുന്നു, ദയ, ബഹുമാനം, ആദരവ്, ദുഃഖം, വേദന, വാശി, പക, ഇതേതെങ്കിലും ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ പറ്റുമോ? ഒന്നും സാധ്യമല്ല. അനുഭവിച്ച് അറിയാനേ പറ്റുള്ളൂ. അപ്പോൾ സംതൃപ്തി, സന്തോഷം, ആദരവ്, ബഹുമാനം, സ്നേഹം, കരുണ, ദയ, കടപ്പാട്, വേദന, ഇതെല്ലാം അനുഭവ യോഗ്യമായ അറിവാണ്. എക്സ്പീരിയൻസബിൾ നോളജാണ്. എക്സ്പീരിയൻസബിൾ നോളജാണ്. അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എനിക്ക് എൻ്റെ അമ്മയോട് ബഹുമാനം തോന്നുന്നു, സ്നേഹം തോന്നുന്നു. എൻ്റെ അധ്യാപകരോട് എനിക്ക് ആദരവ് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നു. എനിക്ക് ഇന്ന പ്രത്യേക ദിവസം എല്ലാവരും വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വിവരിക്കാൻ പറ്റാത്ത ചാരിതാർത്ഥ്യം തോന്നുന്നു. ഇത് എക്സ്പീരിയൻസബിൾ നോളജാണ്. അതേപോലെ തന്നെ എക്സ്പെരിമെൻറ്റബിൾ നോളജ് ഉണ്ട്. എന്താ അത്? എൻ്റെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, തലച്ചോറിൻ്റെ പ്രവർത്തനം അബ്നോർമൽ ആവുന്നു, ഹാർട്ട് ബീറ്റ് വ്യത്യാസപ്പെടുന്നു. ഇത് നമുക്ക് അളക്കാൻ സാധിക്കുമോ? ഇത് അളക്കാൻ സാധിക്കും നമുക്ക്. അതായത് BP എത്രയാണെന്ന് അളക്കാൻ പറ്റും. തലച്ചോറിൻ്റെ പ്രവർത്തനം ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉപയോഗിച്ച് അളക്കാൻ പറ്റും. ECG ഉപയോഗിച്ച് ഹാർട്ടിൻ്റെ പ്രവർത്തനം അളക്കാൻ സാധിക്കും. എത്ര കൊളസ്ട്രോൾ ഉണ്ട് എന്നളക്കാൻ വിഷമമില്ല. ഒരു ആശുപത്രി ചെന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഷുഗർ എത്രയുണ്ട്, കൊളസ്ട്രോൾ എത്രയുണ്ടെന്ന് ഉപകരണം ഉപയോഗിച്ച് അളന്ന് അവർ നമ്മുടെ മുമ്പിൽ ഒരു ലിസ്റ്റ് തരും. ഇതിൻ്റെ അർത്ഥം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വാല്യൂ ബേസ്ഡ് നോളജും മോഡേൺ നോളജും ഒരുമിച്ച് ചേർത്ത്, ഏൻഷ്യൻ്റ് നോളജും മോഡേൺ നോളജും ഒരുമിച്ച് ചേർത്ത്, സ്പിരിച്വൽ നോളജും സയൻറ്റിഫിക് നോളജും ഒരുമിച്ച് ചേർത്ത്, എക്സ്പീരിയൻസബിൾ നോളജും എക്സ്പെരിമെൻറ്റബിൾ നോളജും ഒരുമിച്ച് ചേർത്ത്. മനസ്സിലാവുന്നുണ്ടോ? എത്ര ദിവസം നമ്മൾ ജീവിക്കുന്നുണ്ട് ഭൂമിയിൽ? എത്ര വർഷം ജീവിക്കുന്നുണ്ട്? എത്ര ശ്വസിക്കുന്നുണ്ട്? എക്സലന്റ്. എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ട്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അവനവന് സന്തോഷം ഉണ്ടാവണം, നമ്മളുമായി ബന്ധപ്പെട്ട്. ഇഷ്ടിക എന്തിനോട് ഉപമിക്കാം? ഇഷ്ടിക എന്തിനോട് ഉപമിക്കാം? ഇഷ്ടിക മോഡേൺ നോളജിനോട്. അതുപോലെ തന്നെ സിമെൻ്റ് എന്തിനോട് ഉപമിക്കാം? സിമെൻ്റ് ഇല്ലെങ്കിൽ കെട്ടിടത്തിന് എന്താ സംഭവിക്കുക? 3 കാര്യം. മനസ്സിലായി? അത് തന്നെ ജീവിതത്തിൽ. ചിലപ്പോൾ ചില സ്കൂളിലെ അധ്യാപകർ പറയാറുണ്ട്, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന് ആഴ്ചയിൽ 2 മണിക്കൂർ മാറ്റി വെക്കണം എന്ന് പറയാറുണ്ട്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ 2 മണിക്കൂർ മാറ്റി വെക്കണം. യഥാർത്ഥത്തിൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന് 2 മണിക്കൂർ മാറ്റി വെക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ഈ കെട്ടിടം പണിയുന്ന സമയത്ത് ഒരു 5 ഇഷ്ടിക വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട്
5ാമത്തെ ഇഷ്ടികയുടെ മുകളിൽ ഇത്രയും കനത്തിൽ സിമൻ്റ് ഇട്ടു എന്ന് വിചാരിക്കാം. എന്നിട്ട് പിന്നെ 6ാമത്തെ ഇഷ്ടിക വെച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ശരിയാവില്ല. പിന്നെ എവിടെയാണ് ഈ സിമൻ്റ് ഇടേണ്ടത്? ഓരോ ഇഷ്ടികയ്ക്കിടയ്ക്കും സിമൻ്റ് ഇടേണ്ടതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും, അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഹിസ്റ്ററിയോ ഇംഗ്ലീഷോ മാത്തമാറ്റിക്സോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ സബ്ജക്റ്റുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ വാല്യൂസ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്, എടുത്തുകൊണ്ടിരിക്കേണ്ടത്. സോ ഗിവിംഗ് ഓഫ് ദ വാല്യൂസ് ഓർ ടീച്ചിങ് ദ വാല്യൂസ് ആൻഡ് ലേണിംഗ് ദ വാല്യൂസ് ഷുഡ് ബി ടേക്കൺ പ്ലേസ് simultaneously in every classroom, not separate classroom. Now it should not have any separate period for learning or teaching the values. Values are to be taught simultaneously. അർത്ഥം മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായി? വളരെ നന്നായി. ഏതൊക്കെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഏൻഷ്യൻ്റ് നോളജും സ്പിരിച്വൽ നോളജും എക്സ്പെരിമെൻറ്റബിൾ നോളജും, വെരി ഗുഡ്, വാല്യൂ ബേസ്ഡ് നോളജും മോഡേൺ നോളജും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഒരു പോയിന്റിലേക്ക് കിടക്കാം. എന്താണ് ഈ വാല്യൂ ബേസ്ഡ് നോളജ്? പലരും പറയാറുണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയാറുണ്ട്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിനൊരു നിർവചനമുണ്ട്, ഡെഫനിഷനുണ്ട്. ആ ഡെഫനിഷൻ ഇപ്രകാരമാണ് എന്ന് ഏകദേശം മനസ്സിലാക്കുക. മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ശാശ്വതമായ നന്മ വരുത്തുന്ന അറിവുകൾക്കാണ് മൂല്യാധിഷ്ഠിതമായ അറിവുകൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? 1 മനസ്സ്, മൈൻഡ്, 2 ശരീരം, ബോഡി, 3 ഫാമിലി, കുടുംബം, 4 സൊസൈറ്റി, സമൂഹം, 5 നേഷൻ, രാഷ്ട്രം. ഈ 5 ഘടകങ്ങൾക്ക് ശാശ്വതമായ നന്മ വരുത്തുന്ന അല്ലെങ്കിൽ നന്മയുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അറിവുകൾക്ക് പറയുന്ന പേരാണ് മൂല്യാധിഷ്ഠിതമായ അറിവുകൾ. ഈ മൂല്യാധിഷ്ഠിതമായ അറിവുകൾ കൊടുക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് പറയുന്ന പേരാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം. Can you understand that one? Value based education means the education which aims at psychological, physiological, family based, social based and national based sustainable and permanent improvement or benefit. ആ ബെനിഫിറ്റ് ലഭിക്കുന്നതിനാണ് നമ്മൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി മനസ്സിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന അറിവുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. മനസ്സിൻ്റെ ശാശ്വതമായ നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുക? വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. നമ്മളുടെ മാനസിക വളർച്ചയ്ക്ക്, നമ്മുടെ സംതൃപ്തിക്ക്, നമ്മുടെ മാനസികമായ ഉന്മേഷത്തിന് ആവശ്യമായ അറിവുകൾ നമുക്ക് ലഭിക്കാൻ 4 ഘടകങ്ങളാണുള്ളത്. 1 ചെവി, 2 കണ്ണ്, 3 നാക്ക്, 4 മനസ്സ് അഥവാ ചിന്ത. ഇപ്പം 4 കാര്യങ്ങൾ. നമ്മളുടെ ചെവി ഓരോ വിദ്യാർത്ഥിയും, നിങ്ങൾക്കറിയാവുന്ന 2 വാക്കുകളാണ് ഹിയറിംഗ് ആൻഡ് ലിസണിങ്. കേട്ടിട്ടുണ്ടോ? ഹിയറിംഗ് എന്താണ്? കേൾക്കുക. ലിസണിങ് എന്താണ്? ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുന്നതിന് പറയുന്ന പേരാണ് ലിസണിങ്. ഹിയറിംഗ്, വി ഹേർഡ് സോ മെനി വോയിസസ് ബട്ട് വി വർ ലിസണിങ് ടു ദ സ്പീച്ച്. അങ്ങനെയല്ലേ നമ്മൾ പറയാം? വെൻ ഐ വാസ് വാക്കിംഗ് ത്രൂ ദ മാർക്കറ്റ് I happened to hear so many sound, so many voices and so many type of conversation, but I did not listen to that. I was listening specifically to the speech in the class. So you have got 2 option, one hearing option, the other one listening option. Whenever a student is listening to the particular subject, automatically നമുക്ക് വളരെയധികം ഉയരാനും വളരാനും സാധിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം ടി വിയിലൂടെ പ്രഭാഷണം നടത്തുകയാണെങ്കിൽ, മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ
ജനകോടികൾ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി ചെവി കൂർപ്പിച്ചിരിക്കും. എന്താ കാരണം? അദ്ദേഹം നൽകുന്ന വാക്കിന് ആത്മാർത്ഥതയുണ്ട്, ആ വാക്കിൽ അറിവുണ്ട്, ആ വാക്കിൽ അനുഭവമുണ്ട്. അപ്പം നമ്മൾ ചെവിയിലൂടെ കേൾക്കാൻ കാരണം, അഥവാ കേട്ട് പഠിക്കാൻ കാരണം, ആ അറിവ് നമ്മളെ സ്വാധീനിക്കുന്നു, നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. അപ്പം നമുക്ക് ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നത് എവിടെ നിന്നെല്ലാം കേൾക്കാമെന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഉത്തരം ഞാൻ തന്നെ പറയാം, ചോദ്യം നിങ്ങളോടാണെങ്കിലും. നമുക്ക് റേഡിയോയിൽ നിന്ന് കേൾക്കാം അല്ലേ, ടി വിയിൽ നിന്ന് കേൾക്കാം, കാസറ്റിൽ നിന്ന് കേൾക്കാം, CD നിന്ന് കേൾക്കാം, അധ്യാപകരിൽ നിന്ന് കേൾക്കാം, അച്ഛനമ്മമാരിൽ നിന്ന് കേൾക്കാം, സുഹൃത്തുക്കളിൽ നിന്ന് കേൾക്കാം, റോട്ടിലൂടെ പോകുമ്പോൾ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ കേൾക്കാൻ സാധിക്കും, ഇൻ്റർനെറ്റിൽ നിന്ന് സ്പീച്ച് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാം. അപ്പം എത്ര വഴികളാണ് നമുക്ക് കേൾക്കാനായിട്ട് ഉള്ളത്. ഉപനിഷത്തിൽ ഒരു മന്ത്രം പറയാറുണ്ട്, ഭദ്രം കർണേഭി ശൃണുയാമദേവ. നന്മ നിറഞ്ഞത് ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കുവാനിടവരുത്തേണമേ ജഗദീശ്വര. എല്ലാവരും പറയുന്ന മന്ത്രമാണ്. നന്മ നിറഞ്ഞത് ഞങ്ങളുടെ ചെവികളിലൂടെ, എൻ്റെ ചെവിയിലൂടെയല്ല, ഞങ്ങളുടെ ചെവികളിലൂടെ കേൾക്കുവാൻ ഇടവരുത്തേണമേ ജഗദീശ്വര. അപ്പം നിങ്ങൾ കേൾക്കുന്നത് ബൈബിളിൽ നിന്നാണെങ്കിലും ഖുറാനിൽ നിന്നാണെങ്കിലും ഭഗവത്ഗീതയിൽ നിന്നാണെങ്കിലും കമ്മ്യൂണിസത്തിൽ നിന്നോ ക്യാപിറ്റലിസത്തിൽ നിന്നോ ആണെങ്കിലും നെൽസൺ മണ്ടേലയിൽ നിന്നാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിൽ നിന്നാണെങ്കിലും അഥവാ മൻമോഹൻ സിംഗിൽ നിന്നാണെങ്കിലും ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വരികളിലൂടെയാണെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് നിങ്ങളുടെ ചെവികളിലൂടെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നത്. ആര് പറഞ്ഞോട്ടെ, എന്തു വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എപ്പോൾ വേണമെങ്കിലും പറഞ്ഞോട്ടെ, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയരാൻ അത് വളരെയധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഓർമ്മിക്കുക, എല്ലാ അറിവുകളും സ്കൂളിൽ നിന്ന് കിട്ടില്ല, എല്ലാ അറിവുകളും പുസ്തകത്തിൽ നിന്നും കിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് കിട്ടുക? കണ്ടും കേട്ടും പഠിക്കണം എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. നിങ്ങളിപ്പോൾ നല്ലൊരു പ്രാർത്ഥന ചൊല്ലിയല്ലോ ഇല്ലേ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാനുള്ള, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പോകണമെങ്കിൽ നന്മ നിറഞ്ഞ അറിവുകൾ ലോകത്തിലെവിടെയുണ്ടെങ്കിലും അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഉണ്ടാകണം. ലോകത്തിൽ ഈ സ്കൂളിൽ മാത്രം ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. ഉടനെ ഇത് കഴിഞ്ഞ് നിങ്ങൾ കോളേജിലേക്ക് പോകും, അത് കഴിഞ്ഞ് പ്രൊഫഷനിലേക്ക് പോകും, അത് കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് പോകും. ജോലി അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങളോട് ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തികൾ ചോദിക്കുന്നത് ഒന്നും തന്നെ ഈ സ്കൂളിൽ പഠിച്ചതായിരിക്കില്ല. ഈ സ്കൂളിൽ പഠിച്ചതായിരിക്കില്ല നിങ്ങളോട് ചോദിക്കുന്നത്. അന്നത്തെ ഡെവലപ്മെൻറ്റുകളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക? ചെവിയിലൂടെ കേട്ടുപഠിക്കാനുള്ള സന്മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ കാസറ്റിൽ നിന്നോ CD-യിൽ നിന്നോ റേഡിയോയിൽ നിന്നോ TV-യിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ പ്രഭാഷകരിൽ നിന്നോ ക്ലാസ് എടുക്കുന്നവരിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തിട്ടോ കേട്ടു പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ചെവി ഉപയോഗിച്ച് വളരേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കാം. അതേപോലെയാണ് കണ്ണ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് വളരാൻ സാധിക്കുക? ഭദ്രം പശ്യേമ അക്ഷഭിര്യജത്രാഹ. ഇത് ഉപനിഷത്ത് മന്ത്രാണ്. ഞങ്ങളുടെ കണ്ണുകളിലൂടെ നന്മ നിറഞ്ഞത് കാണുവാൻ ഇടവരുത്തേണമേ ജഗദീശ്വര. നിറഞ്ഞത് കേൾക്കുവാനും നന്മ നിറഞ്ഞത് കാണണം. ഏതിൽ കൂടിയാണ് കാണാൻ സാധിക്കുക? ശരിക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഡിസ്കവറി ചാനൽ, നാഷണൽ ജിയോഗ്രഫി ചാനൽ, ഹിസ്റ്ററി ചാനൽ, അനിമൽ പ്ലാനറ്റ് ചാനൽ കണ്ടിട്ടുണ്ടത്? എത്ര അറിവുകളാണ്! അറിവുകളുടെ കൂമ്പാരം നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകും. ഓരോ മിനിറ്റും അതിലൂടെ വരുന്നത് കോടിക്കണക്കിന് ഡോളർ ചെലവ് ചെയ്ത് എടുക്കുന്ന റിസർച്ച് വർക്കാണത്.
അത് റിസർച്ച് വർക്കാണ് അതിലൂടെ വരുന്നത്. സീരിയലോ അല്ലെങ്കിൽ നാടകമോ സിനിമയോ ഒന്നുമല്ല അതിൽ കൂടെ വരുന്നത്. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ദേശവിദേശങ്ങളിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യർ അവരുടെ സമയവും ഊർജവും സമ്പത്തും ചെലവഴിച്ചിട്ടാണ് ഈ ഡിസ്കവറി ചാനലും നാഷണൽ ജിയോഗ്രഫി ചാനലും അനിമൽ പ്ലാനറ്റ് ചാനലും അതുപോലെ തന്നെ ഹിസ്റ്ററി ചാനലിലൂടെ അറിവിൻ്റെ നിറകുടം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ കണ്ണു തുറന്നൊന്ന് കാണാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ എത്ര ഉജ്ജ്വലമായ അറിവിൻ്റെ കൂമ്പാരം നമുക്ക് ലഭിക്കും. ഈ 2006 ഒരു നോബൽ സമ്മാനം വാങ്ങിച്ച കണ്ടുപിടുത്തം നടന്നു എങ്കിൽ അത് ടെക്സ്റ്റ് പുസ്തക രൂപത്തിൽ നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ 10-12 വർഷം കഴിയും. 2006 നടന്ന കണ്ടുപിടുത്തങ്ങളുടെ വിവരങ്ങൾ ടെക്സ്റ്റ് പുസ്തകമായിട്ട് നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ 10-12 വർഷം കഴിയും. അതേ സമയത്ത് ഡിസ്കവറി ചാനലിലും നാഷണൽ ജിയോഗ്രഫി ചാനലിലും കഴിഞ്ഞ ആഴ്ച നടന്ന കണ്ടുപിടുത്തം ഈ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം കണ്ണു തുറന്ന് നോക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ ടി വിയിലൂടെ വരുന്നത് നിങ്ങൾക്ക് കണ്ടും പഠിക്കാൻ സാധിക്കും. അതേപോലെ VCD ധാരാളം വീഡിയോ CDകളുണ്ട്, അത് പഠിക്കാൻ നമുക്ക് സാധിക്കും. വിക്കിപീഡിയ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗൂഗിൾ മാപ്പിയ കണ്ടിട്ടുണ്ട്? കൈ ഉയർത്തുമോ? ഗൂഗിൾ മാപ്പിയ ഇല്ല. അതായത് നിങ്ങളുടെ മുമ്പിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് 5 മിനിറ്റിനകം സൗദി അറേബ്യയിലെ കഅബ കാണണമെങ്കിൽ സാറ്റലൈറ്റ് പിക്ചർ വഴിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ കാണാം. യെരുശലേം കാണണമെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് കാണാം. കൈലാസം കാണണമെങ്കിൽ ജസ്റ്റ് ഗ്ലോബ് തിരിച്ച് കൈലാസത്തിൻ്റെ മുകളിൽ സാറ്റലൈറ്റിൻ്റെ പിക്ചർ കാണണമെങ്കിൽ 2 മിനിറ്റ് മതി നിങ്ങൾക്ക്. അമേരിക്കയിലെ ന്യൂയോർക്കിൽ ആ പ്രതിമ കാണണമെങ്കിൽ ഇറ്റ് ടേക്സ് 2 മിനിറ്റ്. വൈറ്റ് ഹൗസ് കാണണമെങ്കിൽ അല്ലെങ്കിൽ VSSC കാണണമെങ്കിൽ, ചാന്ദിപ്പൂർ കാണണമെങ്കിൽ, അജന്ത ഗുഹാക്ഷേത്രം കാണണമെങ്കിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുകൾ വശം കാണണമെങ്കിൽ ഇറ്റ് വിൽ ബി ടേക്കിംഗ് മാക്സിമം 2 മിനിറ്റ്സ് ഫോർ യു. ജസ്റ്റ് ഗൂഗിൾ മാപ്പ് പ്രസ് ചെയ്ത് ഗ്ലോബ് തിരിച്ച് ഇന്ത്യ എടുത്ത്, കേരളം എടുത്ത്, തിരുവനന്തപുരം എടുത്ത് നേരെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ മുകളിലേക്ക് പോയാൽ സെക്കൻഡ് കൊണ്ട് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിൽ ഈ 2007 ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നിങ്ങളുടെ വീടിൻ്റെ മുകൾ വശം വരെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സാറ്റലൈറ്റ് ഉപയോഗിച്ച് കാണാൻ സാധിക്കും. നമുക്ക് അത്രയും എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് ലോകത്തിലെ എന്ത് കാണണമെങ്കിലും, എപ്പോൾ കാണണമെങ്കിലും, എങ്ങനെ കാണണമെങ്കിലും അത് കണ്ട് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാണ്. അതുപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ടി വിയിലൂടെ കാണാം, സിനിമയിലൂടെ കാണാം, ചില സീരിയലുകളിലൂടെ കാണാൻ സാധിക്കും, VCDയിലൂടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ ഓരോ സ്ഥലത്തും ചെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടുപഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ ധന്യമായി വരുന്നത്. അപ്പോൾ ചെവിയിലൂടെ കേട്ട് പഠിക്കുക, കണ്ണിലൂടെ കണ്ടുപഠിക്കുക. മൂന്നാമത്തേത് നാക്കുപയോഗിച്ച് ചർച്ച ചെയ്തു പഠിക്കുക. നമുക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതിനോടെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ആ ചോദ്യം മറ്റുള്ളവരോട് ചോദിച്ച് ചർച്ച ചെയ്ത് പഠിക്കണം. നന്മ നിറഞ്ഞത് ചോദിച്ചു പഠിക്കാനും ചർച്ച ചെയ്ത് പഠിക്കാനും അറിവ് നേടാനും നമുക്ക് നമ്മുടെ നാക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ലോകത്തിൽ ഇപ്രകാരം ചോദിക്കാൻ സാധിക്കുന്ന കേന്ദ്രങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നിങ്ങൾ പഠിക്കാൻ പോയാൽ അവിടെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾക്കൊരു ചോദ്യം തരികയാണെങ്കിൽ അവർ ക്ലാസ് മുറിയിൽ നിന്ന് ആ പീരീഡ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ആദ്യം അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നത് ബാംഗ്ലൂരിലുള്ള IIScയിലേക്കാണ്, അല്ലെങ്കിൽ ബോംബെയിലുള്ള IITയിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള IIMലേക്ക് വിളിക്കും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ടെലിഫോണിലൂടെ വിളിച്ച് അപ്പം തന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അവർ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അവർ കളക്ട് ചെയ്തത്? നാക്കിലൂടെ ചോദ്യം ചോദിച്ചു, ചെവിയിലൂടെ ഉത്തരം കേട്ട്
അറിയാനുള്ളതെല്ലാം അറിഞ്ഞ് ലോകത്തിലെ ഏറ്റവും നൂതനമായ അറിവും ശേഖരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ കണ്ണിലൂടെ കാണുന്നത് ടി വിയും സിനിമയും മാത്രമല്ല, പത്രമാധ്യമങ്ങളിലൂടെയും കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ചില പത്രങ്ങൾ വായിക്കുമ്പോൾ, മന്ത്ലി വായിക്കുമ്പോൾ, വീക്കിലി വായിക്കുമ്പോഴെല്ലാം നമുക്കത് പഠിക്കാൻ സാധിക്കും, അറിവുകൾ നേടാൻ സാധിക്കും. അപ്പോൾ എന്നും ചോദിച്ച് അറിയാം. ഈ അടുത്ത കാലത്ത് കോയമ്പത്തൂർ ഒരു ക്ലാസ് എടുക്കാൻ പോവുകയുണ്ടായി. ആ കോയമ്പത്തൂരിലെ ക്ലാസ് കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചത്. അവർ നാനോ ടെക്നോളജി മുതൽക്ക് അവർ ചോദിക്കാത്ത ചോദ്യങ്ങളില്ല. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്രയും അധികം ചോദ്യങ്ങൾ ഓരോ വിദ്യാർത്ഥിയായി ചോദിച്ചപ്പോൾ ആ സദസ്സിലിരുന്ന എല്ലാവർക്കും ആ വിഷയത്തിൽ അവർക്ക് മറുപടി ലഭിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ചെവി, കണ്ണ്, നാക്ക് ഇതും 3ഉം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്ത, അത് എന്നും നിങ്ങൾ ഓർമ്മിക്കാനുള്ള കാര്യം, ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ജീവിതത്തിൽ ചിരിയുണ്ട്, കരച്ചിലുണ്ട്, നമ്മളെ നല്ലത് പറയുന്നവരുണ്ട്, നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നവരുണ്ട്. ഇത് നിങ്ങൾ എന്നും ജീവിതത്തിൽ ഓർമ്മിക്കണം. ലോകത്തിലെല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് നന്മ മാത്രം ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എല്ലാവരും നമ്മളെ നല്ലത് പറയുന്നു പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ എപ്പോഴും ലാഭം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്. എപ്പോഴും വിജയിക്കും എന്ന് പ്രതീക്ഷിക്കരുത്. വിജയമുണ്ട്, പരാജയമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്. നമുക്ക് ശത്രുക്കളുണ്ട്, ധാരാളം മിത്രങ്ങളും നമുക്കുണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ജീവിതമെന്ന് നിങ്ങൾ എന്നും ഓർമ്മിക്കണം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഭാരതത്തിൽ 819 കുടുംബങ്ങളാണ് കടം വാങ്ങിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തതത്രേ. പക്ഷെ അവർ കടം വാങ്ങിയതിൻ്റെ പേരിലല്ല ആത്മഹത്യ ചെയ്തത്, മറിച്ച് ജീവിതത്തിലെ ദുഃഖം താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തത്. അപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും ഓർമ്മിപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ തളരരുത്, സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം അതിനുമായിട്ട് ബന്ധപ്പെടരുത്. എന്താ കാരണം? ദുഃഖം പെർമനൻ്റ് അല്ല, സുഖവും പെർമനൻ്റ് അല്ല. രണ്ടും ടെമ്പററിയാണ്. രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇൻ്റർവെല്ലാണ് സുഖം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു പെയിൻസ് ദാറ്റ് വി ഗെറ്റ് ദ പ്ലഷർ. രണ്ട് ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ സുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുഃഖം ജീവിതത്തിൽ പെർമനൻ്റ് അല്ല, സുഖവും പെർമനൻ്റ് അല്ല, വിജയവും പെർമനൻ്റ് അല്ല, പരാജയവും പെർമനൻ്റ് അല്ല. ശത്രുത്വം പെർമനൻ്റാക്കി വെക്കരുത്. ഒരാളോടും ശത്രുത്വം സ്ഥിരമായിട്ട് നമ്മളുടെ മനസ്സിലുണ്ടാവരുത്. ഇതെല്ലാം നമ്മളുടെ മനസ്സിലുള്ള തോന്നലാണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളുടെ ഒരു ബന്ധു, അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു ബന്ധു മരിച്ചു എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുക, നമ്മളെ ആരും അറിയിച്ചിട്ടില്ല അയാൾ മരിച്ചു എന്ന്. അപ്പം നമുക്ക് ദുഃഖമുണ്ടോ? നമുക്ക് ദുഃഖമേ ഇല്ല. കാരണം എന്താ? നമ്മൾ അറിഞ്ഞിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ ബന്ധു ന്യൂയോർക്കിൽ മരിച്ചു എന്ന്. അപ്പം നിങ്ങൾക്ക് ദുഃഖം തോന്നും ഇല്ലേ? ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വേറൊരാൾ വിളിച്ചറിയിച്ചു നിങ്ങളുടെ ബന്ധു മരിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ്, അയാളല്ല മരിച്ചത്, മറ്റൊരാളാണ് മരിച്ചതെന്ന് പറഞ്ഞ് നിങ്ങളെ അറിയിച്ചു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ദുഃഖം എന്തായി? ദുഃഖം പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് മറ്റൊരാൾ വിളിച്ചറിയിക്കുന്നു ക്ഷമിക്കണം, നിങ്ങളുടെ ബന്ധു തന്നെയാണ് മരിച്ചത്. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കും? ഇനി ആരാ കൃത്യം മരിച്ചതെന്ന് അറിഞ്ഞതിന് ശേഷമേ ദുഃഖിക്കണുള്ളൂ. അതായത് നമ്മളുടെ മനസ്സെങ്ങനെയാണ് പോയത്? ആ വിവരത്തിൻ്റെ പുറത്താണ് നമ്മൾ ദുഃഖിച്ചതും സമാധാനിച്ചതും ആശ്വസിച്ചതും. അപ്പം ചെവിയിലൂടെ അത് കേട്ടില്ലായിരുന്നു എങ്കിൽ നമ്മൾ ദുഃഖിക്കില്ല. മാത്രമല്ല
ഒരു ദിവസം ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ കൊച്ചച്ഛൻ്റെ മകനെ അറിയോ? അപ്പം നിങ്ങൾ പറയുന്നു നല്ലോണം അറിയാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. 4 വർഷം മുമ്പ് അയാൾ ആസ്ട്രേലിയയിൽ മരിച്ചു. അയ്യോ, 4 വർഷം മുമ്പ് മരിച്ചു അല്ലേ? ഞാൻ അറിഞ്ഞേ ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ചായ കുടിക്കാൻ പോകാം, വരും. എന്താ കാരണം? 4 വർഷം മുമ്പ് മരിച്ചത് കാരണം ഇപ്പം ദുഃഖമില്ല. ഇന്നലെ അല്ല മരിച്ചത്, 4 വർഷം മുമ്പ് ആയതുകൊണ്ട് അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ദുഃഖിക്കുമായിരുന്നു. ഇന്നറിഞ്ഞത് കൊണ്ട് വലുതായിട്ട് ദുഃഖിച്ചിട്ടും പ്രയോജനമില്ല. അന്ന് ദുഃഖിച്ചാൽ പ്രയോജനം ഉണ്ടാകുമായിരുന്നോ? അന്നും പ്രയോജനമില്ല. അപ്പം യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ തോന്നലുകളാണ് ഈ സുഖവും ദുഃഖവുമെല്ലാം. 4 വർഷം മുമ്പ് SSLCക്ക് റാങ്ക് കിട്ടിയത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പുള്ള കുട്ടിക്കാണ്. SSLCക്ക് റാങ്ക് കിട്ടിയത് ആ കുട്ടിക്കാണ്. ആ കുട്ടിയെ അന്ന് മന്ത്രിമാരും എല്ലാവരും വന്ന് എത്രയാ അനുമോദിച്ചത്. അടുത്ത ദിവസം ആരും ഉണ്ടായിരുന്നില്ല, അവിടെ ഒറ്റാളും ഉണ്ടായിരുന്നില്ല. 3-ാം ദിവസം ആയപ്പോഴത്തേക്ക് ഒരാളും തിരിഞ്ഞു നോക്കാനേ ഇല്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സാറേ? ആദ്യത്തെ ദിവസം ടെലിഫോണിൻ്റെ പൂരമായിരുന്നു, ഇൻ്റർവ്യൂ, ടെലിഫോൺ, മന്ത്രിയെല്ലാം. അന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോൾ എൻ്റെ ഓട്ടോയിൽ കയറുകയാണെങ്കിൽ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം, എനിക്ക് ഒറ്റ പൈസ തരണ്ട. എനിക്ക് പറയാമല്ലോ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി എൻ്റെ ഓട്ടോയിലാണ് യാത്ര ചെയ്തതെന്ന് എന്ന് പറഞ്ഞു. 2-ാമത്തെ ദിവസം ഞാൻ ഒരു ഓട്ടോയിൽ കയറിയപ്പോഴത്തേക്കും അയാൾ എന്നോട് ചോദിച്ചു, മോൾക്കല്ലേ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്, വെരി ഗുഡ് എന്ന് പറഞ്ഞു. അയാൾ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് 15 രൂപ മേടിച്ചു. 3-ാമത്തെ ദിവസം ഓട്ടോയിൽ കയറിയപ്പോൾ ആരും അന്വേഷിച്ചേ ഇല്ല റാങ്ക് കിട്ടിയോ ഇല്ലയോ എന്ന്. അപ്പം റാങ്ക് കിട്ടിയ സുഖം 1-ാമത്തെ ദിവസം തന്നെ തീർന്നു. പരാജയപ്പെട്ടെങ്കിൽ ആ ദുഃഖവും ഏകദേശം കുറച്ച് ദിവസം കഴിയുമ്പോൾ മാഞ്ഞു പോകും നമ്മൾ ജീവിതത്തിൽ കിടക്കുമ്പോൾ. അപ്പം നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഈ സുഖദുഃഖങ്ങളെല്ലാം എന്ന് നമ്മൾ എന്നും അറിയണം. അപ്പോൾ ചെവി ഉപയോഗിച്ച് നന്മകൾ കേൾക്കുക, അതേപോലെ കണ്ണുപയോഗിച്ച് നന്മകൾ കണ്ടുപഠിക്കുക, മറ്റുള്ളവരോട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ നാക്കുപയോഗിച്ച് ശ്രമിക്കുക. മനസ്സിൽ എന്നും നന്മകൾ ഉണ്ടാവാം. കൂടാതെ എന്നും ഈശ്വര വിശ്വാസമുണ്ടാകണം. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈശ്വരൻ എന്നൊരു ചൈതന്യമുണ്ട്. ചിലപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഈശ്വരൻ ഉണ്ടെന്നുള്ളതിന് എന്താ തെളിവ്? ഞാൻ അവരുടെ തമാശന് പറയാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം, ലോകത്തിൽ 657 കോടി ജനങ്ങളാണുള്ളത്. ലോകത്തിൽ 657 കോടി ജനങ്ങളാണ് ഉള്ളത്. ഇത്രയും ജനങ്ങൾക്കും എത്ര പല്ല് വീതമാണുള്ളത്? ആരായി 32 തീരുമാനിച്ചത്? കൃത്യം 32 തീരുമാനിച്ചത് ആരാ? ഒരാൾക്ക് പോലും 34 ഇല്ല, 33 ഇല്ല, 29 അല്ല, എല്ലാവർക്കും 32 തീരുമാനിച്ചൊരു ശക്തിയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും മൂക്ക് താഴത്തേക്കല്ലേ? ഇന്ന് രാവിലെ മഴ പെയ്തല്ലോ, നിങ്ങളുടെ ആരുടെയെങ്കിലും മൂക്ക് തിരിച്ചായിരുന്നു എന്ന് വിചാരിക്കുക. കയ്യിൽ കുടയില്ല, നിങ്ങൾക്ക് റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വരണം, എന്താ സംഭവിക്കുക? പക്ഷെ ഒരൊറ്റ ആളുടെ മൂക്ക് പോലും ഇങ്ങനെ അല്ലാതെ മറ്റൊരു രീതിയിലില്ല. ഇതാരാ ഡിസൈൻ ചെയ്തത്? ഈ മൂക്കും ഈ ചെവിയും ഈ കണ്ണും ഈ ഹാർട്ടും ഈ ബ്ലഡും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും പ്ലസ് 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളെയും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളെയും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളെയും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളെ അതേപോലെ ഡിസൈൻ ചെയ്ത് വളരാൻ അനുവദിച്ച് അതിൻ്റെ കർമ്മം ചെയ്ത് അത് മരിച്ച് തിരിച്ചു പോകേണ്ടത് എങ്ങനെയാണെന്ന് തീരുമാനിച്ച ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഇതേപോലെ നടക്കുന്നത്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത്. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചത്തിലെ ആ ചൈതന്യത്തെ നിരാകരിക്കാൻ ആർക്കും സാധ്യമല്ല. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാം. ഒരു ആസാമിലെ ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ ഈശ്വര വിശ്വാസികളാകണോ എന്ന്. അതിന് ഡോക്ടർ APJ അബ്ദുൽ കലാം മറുപടി നൽകിയത്,
ശാസ്ത്രജ്ഞാനം വളർത്താനും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടിക്കാധാരമായ ശക്തിയെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് മാത്രമേ ശാസ്ത്രത്തിൽ ഗഹനമായി പഠനം നടത്താൻ സാധിക്കുള്ളൂ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഊഹിക്കാനും ചിന്തിക്കാനും അതിൻ്റെ മുഴുവനും നിയന്ത്രണം നടത്തുന്നതുമായ ഒരു ശക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് മാത്രമേ യഥാർത്ഥത്തിൽ ശാസ്ത്ര ഗവേഷണം ഭംഗിയായി നടത്താൻ സാധിക്കുള്ളൂ എന്ന് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞത് നമുക്കും ആപ്ലിക്കബിളാണ്. അതായത് ഈശ്വരൻ രൂപത്തിലോ ഭാവത്തിലോ നിങ്ങൾ വിശ്വസിക്കുകയോ കാണുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്തു വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏത് ദുഃഖത്തിലും ഏത് വേദനയിലും ഏത് തരത്തിലുള്ള സംഘർഷത്തിലും നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു പേരുണ്ട്. എന്താ പേര്? ഈശ്വര, അല്ലേ? അല്ലെങ്കിൽ ആരെയാ വിളിക്കുക? പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് വിളിച്ചാൽ പ്രയോജനമുണ്ടോ? പ്രധാനമന്ത്രിയുടെ പേര് വിളിച്ചാലോ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പേര് വിളിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെ വിളിച്ചാലും ഒരു പ്രയോജനമില്ല. നമുക്ക് വിളിക്കാനും ചാരി നിൽക്കാനും സാധിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾ ഈശ്വരനെന്ന് പൊതുവേ പറയുന്നു. അത് നമ്മുടെ മനസ്സിൽ എന്നുമുണ്ടെങ്കിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുമ്പോഴും SSLC എക്സാമിനേഷൻ എഴുതുമ്പോഴും ഏത് ദുഃഖത്തിലും മനസ്സിന് നമുക്ക് ആശ്വാസം നൽകുന്നത് അപ്പോഴാണ്. അതും മനസ്സിൻ്റേതാണ്. അപ്പോൾ മനസ്സിൻ്റെ നന്മയ്ക്ക് ചെവി, കണ്ണ്, നാക്ക്, ചിന്ത, ഇത് നാലും നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതേപോലെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വടക്കോട്ട് തലവെച്ച് കിടന്നാൽ എന്താ സംഭവിക്കുക? മാഗ്നറ്റിക് മെറിഡിയൻ വടക്ക് തെക്കാണ്. ഹീമോഗ്ലോബിൻ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അത് തലച്ചോറിനകത്ത് ട്രാപ്ഡാക്കും. അതുകൊണ്ട് അതൊരു ആചാരമാണ്. രാവിലെ 5:30 മണിക്ക് എഴുന്നേൽക്കണം. കാരണം ബ്രെയിൻ ഒപ്റ്റിമം ആക്റ്റീവായ സമയം ഇവിടെ ഈ ട്രോപ്പിക്കൽ രാജ്യങ്ങളിൽ 5:30 മണിക്കാണ്. സൂര്യോദയത്തിന് അരമണിക്കൂർ മുമ്പ്. പഠിക്കുന്ന സമയത്ത് മുഖം കിഴക്കോട്ട് തിരിച്ചു വെച്ച് വേണം പഠിക്കാൻ. കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും തലച്ചോറിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴാണ്. അതൊരു ആചാരവുമാണ്, സയൻസുമാണ്. രാവിലെ 3-4 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കണം. കാരണം എന്താ? ഈ രക്തം ക്ലീൻ ചെയ്യാൻ വെള്ളം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 30 സെക്കൻഡെങ്കിലും പ്രാർത്ഥിക്കണം. ഹോട്ടലിലാണെങ്കിൽ പ്രാർത്ഥിക്കണം എന്നില്ല, വീട്ടിലാണെങ്കിലുള്ള കാര്യമാണ്. എന്തിനായി പ്രാർത്ഥിക്കുന്നത്? ഈ ഭക്ഷണം നോക്കിയിരിക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാകും. ഭക്ഷണത്തിലേക്ക് നോക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാകും. സലൈവയിൽ ടയാലിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ട് സലൈവ വഴിക്ക് അകത്തേക്ക് പോകുമ്പോഴാണ് ഡൈജസ്റ്റീവ് എൻസൈമുകൾ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. 30 സെക്കൻഡ് ഈ ഭക്ഷണം നോക്കിയിരുന്നാൽ മതി. അപ്പം മറ്റുള്ളവർക്ക് തോന്നരുത് ഇവൻ ഇന്ന് വരെ ഭക്ഷണം കാണാത്ത രീതിയിൽ ഭക്ഷണത്തിൽ നോക്കിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആക്കാനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിലിരുന്ന് 30 സെക്കൻഡ് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പണ്ടത് കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കണം നിർബന്ധമില്ല. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ മന്ത്രം ചൊല്ലാം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ രീതി ചൊല്ലാം, നിരീശ്വരവാദികൾക്ക് ഒന്നും ചൊല്ലാതിരിക്കാം. എന്തിനാത് അങ്ങനെ ഇരിക്കുന്നത്? ഹൊറിസോണ്ടലായ ബോഡി വെർട്ടിക്കലാകുമ്പോൾ ഹാർട്ടിനുണ്ടാകുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാനാണ് കിടക്കയിലിരുന്ന് 30 സെക്കൻഡ് പ്രാർത്ഥിക്കണമെന്ന് 3000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ഒരു ആചാരമുണ്ടാക്കിയത്. അത് 1997
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് സംബന്ധമായ മരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. 23% രോഗികൾ മരിക്കുന്നത് കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴാണ്. അപ്പം നമ്മളുടെ ആചാരം, അതിനകത്ത് ഒരു ശാസ്ത്രമുണ്ട്. ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓസോൺ വാതകം മൂക്കിലൂടെ അകത്തേക്ക് പോകുന്നു. ശനിയാഴ്ച ദിവസം ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. ഇരുമ്പ് ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കുക. അന്ന് കേരളത്തിൽ ഒരാൾക്ക് പോലും അനീമിയ ഉണ്ടായിരുന്നില്ല. ആ ഇരുമ്പ് സത്ത് മതി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹീമോഗ്ലോബിൻ ആവശ്യമായിട്ടുള്ള ഇരുമ്പ് നൽകാൻ. അപ്പോൾ ചീനച്ചട്ടിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കലും, ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കലും, 5:30 മണിക്ക് എഴുന്നേൽക്കലും, വടക്കോട്ട് തല വയ്ക്കാതിരിക്കലും, കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കലും അല്ലെങ്കിൽ പഠിക്കലും, ഇതെല്ലാം ആചാരങ്ങൾ ആയി അനുഷ്ഠിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ നന്മയ്ക്ക് ഉദ്ദേശിച്ച് കൊണ്ടുള്ളതാണ്. അതേപോലെ കഴിയുന്നത്രയും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അനുജന്മാരും അനുജത്തിമാരും കഴിക്കരുത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നോൺ വെജിറ്റേറിയൻ ഉപേക്ഷിച്ചുകൊണ്ട് വരിക. 22% അമേരിക്കക്കാർ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് നോൺ വെജിറ്റേറിയൻ ഉപേക്ഷിച്ചു. അവർ ഒരൊറ്റ വർഷത്തിൽ 1/4 അമേരിക്കക്കാർ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉപേക്ഷിക്കുകയുണ്ടായി. അപ്പം കഴിയുന്നതും അത് ഒഴിവാക്കാം. കാരണം കേരളത്തിൽ ഇന്ന് കാണുന്ന ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, അതുപോലെ സ്കിൻ പ്രോബ്ലം, ഹൈപ്പർ അസിഡിറ്റി, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നോൺ വെജിറ്റേറിയൻ ആണ് എന്ന് തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, തൊട്ടടുത്തുള്ള റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഇവരുടെ 2 പേരുടെയും പഠനത്തിൽ നിന്ന് തെളിയിച്ചിട്ടുണ്ട്. മലയാള മനോരമയിൽ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിരുന്നു. മാതൃഭൂമിയിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു റിസർച്ച് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു, ഇന്ത്യൻ എക്സ്പ്രസ്സിലും. അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് ആഹാരം കുറേ അധികം വെജിറ്റേറിയൻ ആക്കാം, നന്നായിരിക്കും. അപ്പോൾ മനസ്സിൻ്റെ നന്മ, ശരീരത്തിൻ്റെ നന്മ, 2 കാര്യം മനസ്സിലായല്ലോ.